നമ്മുടെ മക്കളുടെ ഖൽബിൽ ഹബീബിനോടുള്ള ഇഷ്ടം വളരണം, റസൂലുള്ളാഹിനോടുള്ള ഇഷ്ടം വളരണം. വീട്ടിൽ ഇരുത്തിയിട്ട് അവരെ കൊണ്ട് സ്വലാത്ത് ചൊല്ലിക്കണം, നബിതങ്ങളെ കുറിച്ച് അവർക്ക് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കണം. അവരുടെ മനസ്സിൽ റസൂലുള്ളാഹി തങ്ങളെന്ന മഹാനായ നേതാവ് വളർന്നിങ്ങനെ വരണം. വലുതാകുമ്പോ ആ കുട്ടിയുടെ മനസ്സിൽ എനിക്ക് നബിയോട് സ്നേഹം വേണമെന്ന ചിന്ത വരണം. ഇന്ന് നമ്മുടെ മക്കൾ സിനിമാ നടന്മാരുടെ പിന്നിലാണ്, ഇന്ന് നമ്മുടെ മക്കൾ സ്പോർട്സ് സ്റ്റാറുകളുടെ പിന്നിലാണ്, നമ്മുടെ മക്കൾ ഇന്ന് സീരിയൽ നടന്മാരുടെ പിന്നിലാണ്, നടിമാരുടെ പിന്നിലാണ്. നമ്മുടെ മക്കളുടെയൊക്കെ മൊബൈലുകളിൽ വൃത്തികെട്ട ചിത്രങ്ങളാണ്, സിനിമയുടെ പീസുകളാണ്, സെക്സൽ ചിത്രങ്ങളാണ്. അതിൽ നിന്ന് റസൂലുള്ളാഹിനെ ഇഷ്ടം വെക്കുന്നൊരു മകൻ വേണ്ടേ? നിങ്ങളുടെ മകൻ റസൂലുള്ളാഹിന്റെ ഒരു മുഹിബ്ബാകണ്ടേ? നിങ്ങളുടെ മകൻ റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടുന്നവനാകണ്ടേ? മകൾ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നവളാകണ്ടേ? എന്നാൽ ഹബീബിനോടുള്ള സ്നേഹമങ്ങ് വളർത്തിക്കോ. അറിയുമോ എന്റെ മുസ്ലിം ചെറുപ്പക്കാരെ, അതാ ബഹുമാനപ്പെട്ട സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ വലിയ മഹാനായ നേതാവാണ്, സ്വഹാബിയാണ്, വലിയ നേതാവാണ്, മക്കയിലെ ഗവർണറാണ്. 50 ദിവസമായി മർവാൻ ഇബ്നുൽ ഹക്കമിന്റെ ഗവർണർ ഹജ്ജാജ് ഇബ്നു യൂസുഫ് മക്ക ഉപരോധിച്ചിരിക്കുകയാണ്. കഅബാലയത്തിലേക്ക് തെറ്റുവില്ലുകൊണ്ട് ആക്രമിച്ചിട്ട് അതാ കഅബയുടെ ചുവരുകൾക്ക് പരിക്ക് വന്നുപോയി. കഅബയുടെ ചുവരുകൾക്ക് പരിക്ക് വന്നുപോയി. 50 ദിവസത്തെ ഉപരോധമാണ്. ആ സമയത്താണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ, 100 വയസ്സ് കഴിഞ്ഞ ഉമ്മയുണ്ട്. പേരെന്തെന്നറിയുമോ? അസ്മാ ബിൻത് അബീ ബക്കർ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മകൾ അസ്മാ ദാത്തുൻ നിതാഖൈൻ, ഇരട്ടപ്പട്ടക്കാരി എന്ന പേര് കിട്ടിയ മഹതിയാണ്. കാരണം സൗറുകുറിയിരിക്കുന്ന നബിതങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുപോകാൻ മൃഗത്തിന്റെ മേലെ വെച്ചപ്പോ കെട്ടാൻ കയറില്ല, ഉടുതുണി കീറിയിട്ട് ആ പീസുകൊണ്ട് ആ ചരക്ക് കെട്ടിവെച്ചു. ബാക്കിയുള്ളത് ഉടുത്തിട്ട് ചെന്നപ്പോ ഇരട്ടപ്പട്ടക്കാരി എന്ന് പേര് കിട്ടിയ മഹതിയാണ് സയ്യിദത്തുനാ അസ്മാ. ആ അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹാ 100 വയസ്സ് കഴിഞ്ഞ ഉമ്മയാണ്. ആ ഉമ്മാനോട് അബ്ദുല്ലാ എന്ന മോൻ ചെന്നിട്ട് പറഞ്ഞു, ഉമ്മ, ഞാൻ എങ്ങനെയാണ് ഉമ്മ ഇനി ഇവർക്കെതിരെ നിൽക്കുക? അതാ മക്കയെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ എങ്ങനെ നേരിടാനാണ് ഉമ്മ? ഉമ്മ പറഞ്ഞു, മോനെ, എന്തിനാണ് നീ വിഷമിക്കുന്നത്? ഉമ്മ, എല്ലാവരും പോയി. കുറെ ആളുകൾ കൊല ചെയ്യപ്പെട്ടു പോയി, കുറെ നിരപരാധികൾ ഇല്ലായ്മ ചെയ്യപ്പെട്ടു പോയി, ബാക്കി കുറെ ആളുകൾ പേടിച്ചിട്ട് പള്ളിയുടെ ഉള്ളിലിരുന്ന് ദുആ ചെയ്യുകയാണ്. 2 മക്കളെയും കാണാനില്ല, ഹിഷാമിനെയും കൂട്ടുകാരനെയും കാണാനില്ല. ഇനി ഞാനെന്തു ചെയ്യാനാണ് ഉമ്മ? അപ്പൊ ഉമ്മ പറഞ്ഞു, മോനെ, നീ സത്യത്തിന് വേണ്ടി പോരാടുന്നയാളാണെങ്കിൽ ധൈര്യത്തോടെ പോയിക്കോ മോനെ. സത്യത്തിനു വേണ്ടിയാണെങ്കിൽ ധൈര്യത്തെ പോയിക്കോ, ആരെയും പേടിക്കണ്ട. 100 വയസ്സ് കഴിഞ്ഞ ഉമ്മ പറയാ. മാത്രമല്ല, കുറച്ചു ദിവസം മുമ്പ് അനുജൻ മിസ്അബിനെ കൊന്നു കളഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ ഒരു മോൻ മിസ്അബ് കൊല്ലപ്പെട്ട ദുഃഖത്തിൽ കഴിയുന്ന ഉമ്മ അടുത്ത മോൻ വന്നപ്പോ പറയുന്നു, പോയിക്കോ മോനെ, അള്ളാന്റെ മാർഗത്തിലേക്ക്, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് പോയിക്കോ. അപ്പോൾ പറഞ്ഞു, ഉമ്മ, അവരെന്നെ കൊന്നുകളയുന്നതല്ല ഞാൻ ഭയക്കുന്നത്, കൊന്നു കഴിഞ്ഞിട്ട് അവരെന്നെ ക്രൂശിച്ചു കളയുമല്ലോ ഉമ്മ.
അപ്പൊ ഉമ്മ ചോദിച്ചു, മോനെ, അറുക്കപ്പെട്ട മൃഗത്തിന് ഉരിക്കപ്പെടുന്നത് പേടിയുണ്ടോ? അതുകൊണ്ട് നീ ഭയക്കണ്ട മോനെ, പോയിക്കോ. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മാന്റെ സമ്മതം കിട്ടാൻ വന്നതാണ്. ഫഖബ്ബലത് ബൈന ഐനൈഹി, നെറ്റിത്തടത്തിൽ മുത്തം കൊടുത്തിട്ട് മകനെ പടക്കളത്തിലേക്ക് യാത്രയാക്കിയിട്ട് ആ ഉമ്മ ദുആ ചെയ്യുന്നു, അല്ലയോ റബ്ബേ, എല്ലാ ജനങ്ങളും ഉറങ്ങുന്ന സമയത്ത് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന എന്റെ മകനെ നീ സ്വീകരിക്കണേ റബ്ബേ. നല്ല ചൂടുള്ള പകലുകളിൽ എല്ലാവരും ഭക്ഷണം കഴിച്ച് കിടക്കുന്ന സമയത്ത് പട്ടിണി കിടന്ന് നോമ്പെടുക്കുന്ന എന്റെ മകനെ കൈയൊഴിയല്ല റബ്ബേ. എന്റെ മുസ്ലിം ചെറുപ്പക്കാരാ, ഒരു യുവാവിന്റെ ക്വാളിറ്റിയാണ് തെറ്റിനെതിരെ വരുന്ന, തെറ്റിന് വേണ്ടി നിൽക്കുന്ന ആളുകൾക്കെതിരെ പടപൊരുതാൻ പോകുന്ന ഒരു പോരാളിയുടെ ഗുണമാണ്. രാത്രി നിന്ന് നിസ്കരിക്കുന്നവനാണ്, പകല് നോമ്പനുഷ്ഠിക്കുന്നവനാണ്. ഉമ്മയെന്ന് ദുആ ചെയ്തു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ. അപ്പൊ മഹാനവറുകൾ പറയാണ്, എന്റെ ഉമ്മ അമ്മിഞ്ഞയോടൊപ്പം ഈമാൻ തന്ന ഉമ്മയാണ്. എന്റെ വാപ്പ അന്നത്തോടൊപ്പം ധൈര്യം തന്ന വാപ്പയാണ്. സുബൈർ ഇബ്നുൽ അവാമാണ്, ധീരനായ ഭരണാധികാരിയാണ്. വായിക്കൂ മുതഅല്ലിമീങ്ങളെ, താരീഖിന്റെ ഗ്രന്ഥങ്ങളിൽ ഇമാമികൾ വാചാലമായി എഴുതിയിട്ടുണ്ട്. അതാ സുബൈർ തങ്ങളാണ് എന്റെ വാപ്പ, അസ്മാ ബിൻത് അബീ ബക്കറാണ് എന്റെ ഉമ്മ. ധൈര്യം തന്ന ഉമ്മയാണ്, ഈമാൻ തന്ന ഉമ്മയാണ്. നേരെ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങൾ പോയി. ചരിത്രം വിശാലമാണ്. എതിരാളികളെ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങളെ കൊന്നുകളഞ്ഞു. എന്നിട്ട് എടുത്തൊരു മരത്തിന്റെ മേലെ അങ്ങ് നാട്ടിക്കളഞ്ഞു. എന്നിട്ട് ധിക്കാരിയായ ഹജ്ജാജ് പറഞ്ഞു, ആ പ്രായമുള്ള ഈമാനുള്ള തള്ള വന്ന് ശുപാർശ ചെയ്താലേ ഇറക്കിക്കൊടുക്കൂ. അസ്മാ ബീവിയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, നിങ്ങൾ പോയി ശുപാർശ ചെയ്തെങ്കിലേ ജനാസ ഇറക്കിത്തരൂ ഖബറടക്കാൻ. ആ ഉമ്മ പറഞ്ഞു, അക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിൽ പോയി ഓച്ചാലിച്ചു നിൽക്കേണ്ട പെണ്ണല്ല ഞാൻ. ആമൻതു ബില്ലാഹ്, ഞാൻ ഈമാനുള്ള തള്ളയാണ്. എന്റെ മകനെ സ്വർഗത്തിൽ വെച്ച് കണ്ടോളാം, അവനെ അവര് കണ്ടത് ചെയ്തോട്ടെ. അവസാനം അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങളുടെ ശരീരം പറവകൾ വന്ന് കൊത്തി. ഉമ്മ ഇളകിയില്ല, അസ്മാ കുലുങ്ങിയില്ല. ഹജ്ജാജ് ജനാസ താഴെ ഇറക്കി, അപ്പോഴും ഇളകിയില്ല. അറിയുമോ എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരാ, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങളുടെ ഈമാനാണ് എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മ. ഈമാനുള്ളൊരു ഉമ്മയുടെ ഈമാനാണ്. അത് പഠിച്ചത് റസൂലുള്ളാഹിന്റെ മദ്രസയിൽ നിന്നാണ്. വളർന്നത് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ വീട്ടിലാണ്. ജീവിച്ചത് സുബൈർ ഇബ്നുൽ അവാം തങ്ങളുടെ കൂടെയാണ്. സേവനം ചെയ്തത് നബി തങ്ങൾക്ക് ഭക്ഷണം കൊണ്ട് കൊടുത്തിട്ടാണ്. അബ്ദുള്ള എന്ന സ്വഹാബിയാരാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയേ, മക്കളുള്ള ഉമ്മമാരൊക്കെ ഇന്നയാളുടെ ഉമ്മ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അഥവാ ഉമ്മ ഇബ്രാഹിം, ഉമ്മ ഈസാ നബിയുടെ ഉമ്മ, അങ്ങനെ തുടങ്ങിയിട്ട് ഓരോ മക്കളുടെ പേര് ചേർത്ത് ഉമ്മമാർക്ക് പേരുണ്ട്. എനിക്ക് മക്കളില്ലല്ലോ നബിയേ. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, മോളെ പേടിക്കണ്ട, നിരാശപ്പെടണ്ട. നിന്റെ സഹോദരിയുടെ മകൻ നിന്റെ മകന്റെ ഒരു സ്ഥാനത്താണല്ലോ. അതുകൊണ്ട് ഉമ്മു അബ്ദില്ല എന്ന പേര് വിളിച്ചോ. അത്രയും വലിയ പദവിയുള്ള സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങൾ. ആ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ബിൻ അവാം റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ ഇറക്കി.
മഹാനവറുകളുടെ ജനാസ ഇറക്കി എപ്പോഴും ഉമ്മ ഇളകിയില്ല. ഇത് ഞാൻ അവിടെ ചെന്ന് ഓച്ചാലിക്കാനുള്ള തന്ത്രമാണ്. വേണ്ട വേണ്ട, എനിക്കത് ആവശ്യമില്ല. ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ എന്റെ മോനെ ചെലവഴിച്ചു പോയി. ഈമാനുള്ള ജ്യേഷ്ഠന്മാരെ, ഈമാനുള്ള അനുജന്മാരെ, അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടി ജീവൻ കൊടുത്ത എത്ര മഹാന്മാരാണ്. ഞാൻ പറഞ്ഞാൽ ഇവിടെ തീരില്ല. സത്യ റസൂൽ മുന്നേറ്റവും നവലോകവും എന്ന 13 മണിക്കൂർ CD ഉണ്ട്. അതിൽ ഏകദേശം 80ഓളം മഹാന്മാരെ പറയുന്നുണ്ട്. അവര് മുഴുവൻ റസൂലുള്ളാഹിക്ക് വേണ്ടി ജീവൻ കൊടുത്ത മഹാന്മാരാണ്. ഈ ജീവിതം കൊണ്ട് എനിക്കൊന്നും നേടാനില്ല. ഇവിടെ ഞാനൊരു ഡോക്ടറായാലും മരിച്ചു പോകും, ഒരു എഞ്ചിനീയർ ആയാലും മരിച്ചു പോകും, ഒരു ഗവർണറായാലും മരിച്ചു പോകും, ഒരു CM ആയാലും മരിച്ചു പോകും, ഒരു PM ആയാലും മരിച്ചു പോകും. മരിച്ചു ചെന്നിട്ട് ഖബറിൽ കിടക്കുമ്പോ കാണിക്കപ്പെടുന്നൊരു നേതാവുണ്ട്. അതെന്റെ നേതാവാണ്. അവിടെ ഒരു രാഷ്ട്രീയ കക്ഷിയുടെയും നേതാവ് വരില്ല, ഒരു സംഘടനയുടെയും നേതാവ് വരില്ല, ഒരു കമ്മിറ്റിയുടെയും പ്രസിഡന്റ് വരില്ല. അവിടെ വരുന്ന നേതാവാരാണ്? എന്റെ കരളിന്റെ കൃഷ്ണമായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എനിക്ക് ആ ഹബീബിന്റെ ഇഷ്ക് വേണം. എനിക്ക് ഈ ദുനിയാവിലെ അധികാരമൊന്നും ആവശ്യമില്ല. മദീനത്തെ ഒരു ഗല്ലി മതിയല്ലോ, അവിടെ കിടന്നാൽ അത് സ്വർഗത്തിലെ മണ്ണാണല്ലോ. ഇതല്ലാതെ ആശയില്ല. ഇവിടുന്ന് മരിച്ചാലും പരാതിയില്ല. ഒരു കൊതിയേ ഉള്ളൂ, അതെനിക്ക് എന്റെ ഹബീബിനെ കണ്ട് മരിക്കണം. ഖബറിൽ കിടക്കുമ്പോ റസൂലുള്ളാഹിന്റെ നോട്ടമുള്ള ഖബർ വേണം. നാളെ പരലോകത്ത് ചെല്ലുമ്പോ നിവാഹിന്റെ കീഴിൽ ഒരു ഇടം വേണം. നാളെ സ്വർഗത്തിൽ ചെല്ലുമ്പോ ഹബീബിനെ കണ്ടിരിക്കാൻ പറ്റുന്നൊരു സ്ഥലം വേണം. ഇതല്ലാതെ വേറെ ആശയില്ല. റബ്ബേ, ഞങ്ങളെ പറയുന്നതിനേക്കാൾ വലിയ ഇഷ്ക് ഞങ്ങളുടെ ഖൽബിൽ നൽകണം റഹ്മാനേ. ഈമാനുള്ള മുഅ്മിനീങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ് ഒരു 5 മിനിറ്റ് റസൂലുള്ളാഹിന്റെ മദ്ഹ് ചൊല്ലിയ സദസ്സല്ലേ, പറഞ്ഞ സദസ്സല്ലേ, ഒന്ന് നിൽക്കാമല്ലോ. ഒന്ന് അടുത്ത് നിൽക്കുമോ ജ്യേഷ്ഠന്മാരെ? അന്ന് അവിടെയൊക്കെ നിൽക്കുന്ന സഹോദരന്മാരെ, ഒന്ന് ദുആ ചെയ്തിട്ട് അവസാനിപ്പിക്കാമല്ലോ. എനിക്കും നിങ്ങൾക്കും റസൂലുള്ളാഹിനെ ഒന്ന് കാണേണ്ടതില്ലേ? ഇമാം അബൂ ഹനീഫ തങ്ങൾ ആരാണ് അറിയുമോ? നമ്മളിന്ന് ഷഹർ മുബാറക് എന്ന് പറയുമ്പോ മുടിയെന്ന് പറഞ്ഞ് കളിയാക്കി പോയില്ലേ ചില ആളുകൾ? എന്നാൽ അബൂ ഹനീഫ ഇമാമിനെ അറിയുമോ? മോനെ, ആദരവിന്റെ തലം നിയമത്തിന്റെ തലമല്ല, സ്നേഹത്തിന്റെ തലം നിയമത്തിന്റെ തലമല്ല. ഇത് എനിക്ക് കേവലം മാർക്കറ്റിൽ നിന്ന് 10 രൂപയ്ക്ക് കിട്ടുന്ന ടവലാണ്. ഇതെന്റെ ഭാര്യ എനിക്ക് സ്നേഹത്തോടെ തന്നതാണെങ്കിൽ അതിന്റെ വില 10 രൂപയല്ല. ഇതെന്റെ ഉസ്താദ് എനിക്ക് ബർക്കത്തിന് വേണ്ടി തന്നതാണെങ്കിൽ ഇതിന്റെ വില എനിക്ക് നിശ്ചയിച്ചുകൂടാ. ഇത് വലിയ മശായിഖുമാർ ഉപയോഗിച്ചതാണെങ്കിൽ ഇത് അമൂല്യമായ സാധനമാണ്. ഒന്നിന്റെ മാർക്കറ്റ് വാല്യൂ വേറെയാണ്, സ്പിരിച്വൽ വാല്യൂ വേറെയാണ്. ഓരോന്നിന്റെയും വാല്യൂ വ്യത്യസ്തമാണ്. അറിയുമോ സഹോദരന്മാരെ? അപ്പോൾ മൂല്യം വലുതാണ്. നാം ഓരോരുത്തരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഹർ മുബാറക് പറയുമ്പോ ഹബീബിന്റെതാണെന്ന ബോധം വേണം. ഇമാം അബൂ ഹനീഫ തങ്ങളെ അറിയുമോ? മദീനത്ത് വന്നാൽ 3 ദിവസമേ താമസിക്കൂ. ആ 3 ദിവസവും മദീനത്ത് നിന്ന് ഭക്ഷണം കഴിക്കൂല. ആ 3 ദിവസവും മദീനത്ത് മൂത്രമൊഴിക്കുകയോ ടോയ്ലറ്റിൽ പോവുകയോ ചെയ്യില്ല. എന്തേ കാരണം? അല്ലാഹുവിന്റെ ഹബീബ് കിടക്കുന്ന നാട്ടിൽ എനിക്ക് മൂത്രമൊഴിക്കാൻ എന്റെ മനസ്സനുവദിക്കുന്നില്ല, എനിക്ക് ടോയ്ലറ്റിൽ പോകാൻ എന്റെ മനസ്സനുവദിക്കുന്നില്ല. ആ ബഹുമാനമാണ് ഇമാം അബൂ ഹനീഫ തങ്ങൾക്കുള്ളത്. അബൂ ഹനീഫ തങ്ങൾ മദീനയിൽ വന്നു. യാ സയ്യിദ സാദാത്തി ജിതുക ഖാസിദാ
അർജു റിളാക വഅഹ്തമി ബിഹിമാക. നബി തങ്ങളുടെ അഭയം തേടിയിട്ട് മദീനത്ത് വന്നു. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളിൽ ഈ ബൈത്ത് കാണുന്നില്ലേ? ചുരുക്കി പറയാ, ഒരിക്കൽ വന്നപ്പോ മാലിക്കീമ ശിഷ്യന്മാര് പറഞ്ഞു, ഞങ്ങളുടെ ഉസ്താദല്ലേ, ഞങ്ങളുടെ ഉസ്താദിന്റെ ഉസ്താദല്ലേ, അതുകൊണ്ട് 10 ദിവസം ഇവിടെ താമസിക്കണം. അബൂ ഹനീഫ തങ്ങൾ 10 ദിവസം താമസിച്ചു. ആ 10 ദിവസവും മദീനത്ത് നിന്ന് ഭക്ഷണം കഴിച്ചില്ല. ആ 10 ദിവസവും മദീനത്ത് പ്രാഥമിക ആവശ്യം നിർവഹിച്ചില്ല. അത് കറാമത്തായി ഇമാമികൾ എഴുതിപ്പോയി കേട്ടോ. അത് ബഹുമാനമാണ്. മദീനത്ത് ചെരുപ്പിട്ട് നടക്കാൻ പാടില്ലെന്നൊരായത്തിലുമില്ല, ഒരു ഹദീസിലുമില്ല. പക്ഷേ ഇമാമിങ്ങൾ ചെരുപ്പിട്ട് നടന്നില്ല. കാരണം അല്ലാഹുവിന്റെ റസൂൽ കിടന്ന മണ്ണ്, നടന്ന മണ്ണ്, കിടക്കുന്ന മണ്ണ്, ഇരുന്ന മണ്ണ് ആ ബഹുമാനമാണ്. അങ്ങനെ എത്രയോ ആളുകളെ പറയാൻ ചരിത്രത്തിലുണ്ട്. സമയം പോരാത്തത് കൊണ്ട് കിടക്കുന്നില്ല. അതുകൊണ്ട് എന്നെയും നിങ്ങളുടെയും കൽബിൽ ഹബീബിനെ കുറിച്ച് ബഹുമാനം കുറയുന്നൊരു ചിന്ത വന്നുകൂടാ. ഹബീബിന്റെ തിരുകേശം അതാ ഒരു ആലിമിന്റെ കയ്യിലുണ്ട്. നിനക്ക് വേണ്ടെങ്കിൽ വിശ്വസിക്കേണ്ടതില്ല. അപമര്യാദയായ പ്രയോഗം വന്നു പോയാൽ ആഖിറത്തിൽ അത് ഗുണം ചെയ്യില്ല. നിനക്ക് വേണമെങ്കിൽ അത് സമ്മതിച്ചാൽ മതി. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നീ അങ്ങോട്ട് പോകണ്ട. അതുകൊണ്ട് നീ ബറക്കത്തെടുക്കണ്ട. പക്ഷേ മോനെ, ഒരു 1% അതെന്റെ ഹബീബിൻ്റെതാണെങ്കിൽ, ഞാൻ പറയുന്നത് ഹബീബിന്റെ കേശത്തിനെതിരാണെങ്കിൽ എന്റെ ആഖിറം എവിടെ എന്നൊരു ചിന്തയാണ് മനസ്സിൽ വേണ്ടത്. അതുകൊണ്ട് നീ നിശബ്ദനായാൽ റബ്ബ് ചോദിക്കൂലല്ലോ മോനെ, എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ ഇടപെട്ട് ഈമാൻ നഷ്ടപ്പെടുത്തുന്നത്? ഒരു പണ്ഡിതനെയും ചീത്ത പറയരുത്, ഒരു സയ്യിദിനെയും കുറ്റം പറയരുത്, ഒരു മുസ്ലിമിന്റെയും അഭിമാനം ചോദ്യം ചെയ്യരുത്. മുസ്ലിങ്ങൾക്ക് ഇവിടെ സുരക്ഷയ്ക്ക് കേടുവരുന്ന ഒരു ീപനവും വരരുത്. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണം. സുന്നത്തുകളെ കാത്തു സൂക്ഷിക്കണം. ഹബീബിനോട് ഇഷ്ടമുള്ളവനാകണം. ഒഴിവുള്ള സമയത്ത് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേ